ജൂൺ 20-ന് ഹെഡിംഗ്ലെയിൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യയെ നയിക്കും. 25-കാരനായ ശുഭ്മാൻ IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ടെസ്റ്റ് വൈസ് ക്യാപ്റ്റനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ വിദേശ മണ്ണിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ മുതിർന്ന താരങ്ങൾ അവശേഷിപ്പിച്ച നേതൃത്വ ശൂന്യത നികത്തുക എന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു വെല്ലുവിളിയാണ്. പര്യടനത്തിന് മുന്നോടിയായി സംസാരിച്ച ഗിൽ ഒരു സ്ഥിരമായ ക്യാപ്റ്റൻസി ശൈലിയും താൻ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പകരം കാലക്രമേണ ആ റോളിലേക്ക് വരാനും ടീമിനുള്ളിൽ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും തന്റെ പ്രകടനത്തിലൂടെ മാതൃകയായി നയിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട്. ഞാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ശൈലിയുമില്ല. എനിക്ക് ആശയവിനിമയത്തെക്കുറിച്ചും കളിക്കാർക്ക് സുരക്ഷിതത്വം തോന്നിപ്പിക്കുന്നതിനെ കുറിച്ചുമാണ്. അതിൽ അവർക്ക് അവരുടെ പരമാവധി നൽകാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. നേതൃത്വത്തിന്റെ കാര്യത്തിൽ വ്യക്തിഗത പ്രകടനം സംഖ്യകളെക്കാളും ശരാശരിയേക്കാളും പ്രധാനമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇംഗ്ലണ്ടിന്റെ ആക്രമണാസക്ത ബാസ്ബോൾ സമീപനത്തെ നേരിടുന്നതിന്റെ വെല്ലുവിളിയെക്കുറിച്ച് ഗിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 2023-2024 ഇന്ത്യ അവർക്കെതിരെ നേടിയ 4-1 ഹോം പരമ്പര വിജയത്തെ അനുസ്മരിച്ചു. അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് അത് ആവേശകരമാണ്. ഞങ്ങളുടെ നിർവഹണത്തിലും പദ്ധതികളിലും ഞങ്ങൾ മുൻകൈയെടുത്താൽ ഞങ്ങൾക്ക് അവരെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. ഗില്ലിന്റെ പുതിയ നേതൃത്വത്തിൽ ഇത്തവണ കൂടുതൽ കഠിനമായ ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ ഇംഗ്ലണ്ടിനെതിരായ ആധിപത്യം തുടരാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതേസമയം ശുഭ്മാൻ ഗിൽ, ഗൗതം ഗംഭീർ എന്നിവർ പുതിയ റോളുകളിൽ ഇംഗ്ലണ്ടിലേക്കുള്ള ആദ്യ പര്യടനം ആരംഭിക്കും. ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായി ഗിൽ, മുഖ്യ പരിശീലകനായി ഗംഭീറും എത്തും. ജൂൺ 20-ന് ഹെഡിംഗ്ലെയിൽ ആരംഭിക്കുന്ന 5 മത്സര പരമ്പര കൂടുതൽ സമ്മർദ്ദത്തോടെയാണ് വരുന്നത്. കാരണം പരിചയസമ്പന്നരായ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇത് വലിയ വെല്ലുവിളിയാണ് ബാക്കി വെക്കുന്നത്. ടീം പോകുന്നതിന് മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിച്ച ഗിൽ അധിക സമ്മർദ്ദമൊന്നും അനുഭവിച്ചിട്ടില്ലെന്നും വെല്ലുവിളി കൈകാര്യം ചെയ്യാൻ ടീമിന് മതിയായ പരിചയമുണ്ടെന്നും വിശ്വസിക്കുന്നു. തീർച്ചയായും രോഹിത്തിനെയും വിരാട്ടിനെയും മാറ്റി സ്ഥാപിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഒരു യൂണിറ്റായി ഞങ്ങൾ നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ ശീലിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ടീമിന്റെ ബാറ്റിംഗ്, ബൗളിംഗ് കോമ്പിനേഷനുകൾ ശക്തമാണ്, അദ്ദേഹം പറഞ്ഞു. ഗിൽ ഓപ്പണർ ആയി യശസ്വി ജയ്സ്വാൾ അല്ലെങ്കിൽ അരങ്ങേറ്റക്കാരൻ അഭിമന്യു ഈശ്വർ പോലുള്ള ഓപ്ഷനുകൾ ടീം ഇതുവരെ അന്തിമമാക്കിയിട്ടില്ലെന്നും ഗിൽ പങ്കുവച്ചു. മുഖ്യ പരിശീലകൻ ഗംഭീർ സമ്മർദ്ദം എപ്പോഴും ജോലിയുടെ ഭാഗമാണെന്ന് സമ്മതിച്ചു. ജയിച്ചാലും തോറ്റാലും സമ്മർദ്ദം സ്ഥിരമാണ്, അദ്ദേഹം പറഞ്ഞു. വെല്ലുവിളികൾക്കിടയിലും ഗംഭീർ ശുഭാപ്തി വിശ്വാസമാണെന്നും പ്രത്യേകമായ എന്തെങ്കിലും നേരിടാനുള്ള അവസരമായി ടീം ഈ പര്യടനത്തെ കാണുന്നുവെന്നും പറഞ്ഞു. പ്രകടനം നടത്താനുള്ള ടീമിന്റെ ആഗ്രഹത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ഇംഗ്ലീഷ് മണ്ണിൽ പ്രകടനം കാഴ്ചവെക്കാൻ കളിക്കാർ ആവേശഭരിതരാണെന്നും ഊന്നി പറഞ്ഞു. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ടീം പുനർനിർമ്മാണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യ 5 ടെസ്റ്റുകൾ കളിക്കും. മുഹമ്മദ് ഷാമി, R. അശ്വിൻ തുടങ്ങിയ സീനിയർ ബൗളർമാർ ഇല്ലാതെയാണ് കളിക്കുന്നത്.